നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ടിൻറ്റു. എല്ലാവരെയും node.js ബേസിക്സ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. node.jsൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരീസാണിത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മളിതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത്. node.jsൻ്റെ ബേസിക്സ് ആണ് കവർ ചെയ്യുന്നത്. എന്താണ് node.js എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് node.jsൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സീരീസാണിത്. node.js എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ സാധിക്കും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് node.js എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഇതിന് മുൻപ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ സീരീസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. കാണാത്തവർ ജാവാസ്ക്രിപ്റ്റിൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം node.jsൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അതിനകത്ത് നമ്മൾ പറഞ്ഞത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റ് സൈഡ് ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ്. ക്ലയൻറ്റ് സൈഡിൽ ഉപയോഗിക്കുന്ന ബ്രൗസറിൻ്റെ അകത്ത് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്നാണ് ഞാൻ ആ വീഡിയോയുടെ അകത്ത് പറഞ്ഞത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡിൽ മാത്രമല്ല, നമുക്ക് സെർവർ സൈഡിൽ കൂടെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. സോ സെർവർ സൈഡിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് node.js എന്ന് പറയുന്നത്. അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെ സെർവർ സൈഡിലുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് node.js എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം node.js ഈസ് എ ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം ബിൽറ്റ് ഓൺ ക്രോംസ് V8 ജാവാസ്ക്രിപ്റ്റ് എൻജിൻ. നമ്മുടെ ക്രോം ബ്രൗസറിൽ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഗൂഗിളിൻ്റെ V8 ജാവാസ്ക്രിപ്റ്റ് എൻജിനാണ്. ഓരോ ബ്രൗസറിനും ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു എൻജിൻ സപ്പോർട്ടുണ്ട്. സോ ക്രോമിൻ്റെ കേസിൽ അത് V8 എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ജാവാസ്ക്രിപ്റ്റ് എൻജിനാണ്. ആ എൻജിൻ ഉപയോഗിച്ചാണ് node.js സെർവർ സൈഡിൽ റൺ ചെയ്യുന്നത്. സോ നമുക്ക് PHP പോലെ ജാവ പോലെ ASP.NET പോലെയൊക്കെ നമുക്ക് സെർവർ സൈഡിലും ഇനി ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാം. അതാണ് node.js എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ സെർവർ സൈഡിലുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് node.js എന്ന് പറയുന്നത്. ഈ node.js എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിൾ പേജ് ആപ്ലിക്കേഷനുകൾക്ക് നമുക്ക് node.js ഉപയോഗിക്കാം. അതുപോലെ തന്നെ റിയൽ ടൈം ഡാറ്റ കാണിക്കുന്ന സമയങ്ങൾ, ഉദാഹരണത്തിന് ചാറ്റ് പോലുള്ള ആപ്ലിക്കേഷൻ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ചാറ്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന എക്സാക്ട് മൊമെൻറ്റിലാണ് അപ്പുറം അത് കാണുന്നത്. അത്തരത്തിലുള്ള റിയൽ ടൈം ഡാറ്റ ട്രാൻസ്ഫർ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് node.js എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ സിറ്റുവേഷനും ഒരു സ്യൂട്ടാണോ എന്ന് ചോദിച്ചാൽ സ്യൂട്ടല്ല. നമുക്ക് ഒത്തിരി വലിയ പ്രോസസ്സിങ് വേണ്ട അത്തരം സിറ്റുവേഷനിലൊക്കെ അത്തരം സ്യൂട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അല്ല node.js എന്ന് പറയുന്നത്. ഒത്തിരി CPU യൂസേജ് വേണ്ട ഒരു സിറ്റുവേഷനിലൊന്നും node.js അത്ര സജസ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ല. പക്ഷേ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് node.js എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന node.jsൻ്റെ വെബ്സൈറ്റിലാണ്. node.js.org എന്ന് പറയുന്നതാണ് node.jsൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് node.js ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്ന വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പം ഇവിടെ വിൻഡോസിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുവാണ്. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് 10ഉം ഒന്ന് 12ഉം ആണ്. 10 എന്ന് പറയുന്നത് അതിൻ്റെ പഴയ വെർഷനാണ്, 12 ആണ് പുതിയ വെർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഏത് വെർഷനും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓരോ വെർഷൻ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ 10 ആണ് വേണ്ടതെങ്കിൽ 10 ക്ലിക്ക് ചെയ്യുക. അപ്പം node.jsൻ്റെ ആ വെർഷൻ നമുക്കിവിടെ ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ node.js നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്യണം. നിങ്ങളുടെ കേസിൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. സോ നമ്മുടെ റൺ എടുക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസ് കീ പ്രസ് ചെയ്യുക. വിൻഡോസ് കീ പ്രസ് ചെയ്തിട്ട് ഈ CMD എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും. അല്ലെങ്കിൽ വിൻഡോസ് R പ്രസ് ചെയ്താലും നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ബോക്സ് കിട്ടും. അതിൽ CMD എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാം. സോ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ node.js ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പം ഞാൻ node.js ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നോഡ് എന്ന് കൊടുത്തപ്പം എനിക്ക് നോഡിൻ്റെ ഒരു കൺസോൾ വരികയാണ് ചെയ്തത്. സോ node.js ഇൻസ്റ്റാൾ ചെയ്തോ എന്നറിയാനുള്ളൊരു മാർഗ്ഗം ഇതാണ്. ഈ വിൻഡോയിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട് Ctrl+C 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിൻഡോയിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കും. സോ ഇപ്പോൾ നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്തു. നോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു കാര്യമാണ് NPM അഥവാ നോഡ് പാക്കേജ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ NPM എന്ന് സെർച്ച് ചെയ്താൽ നോഡ് പാക്കേജ് മാനേജറാണ്.
നോഡ് പാക്കേജ് മാനേജർ എന്ന് പറഞ്ഞ ഒരു ഡിപ്പെൻഡൻസി മാനേജ്മെൻ്റ് ആണ്. അതായത് നമുക്ക് നോഡ് JSൽ ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു നോഡ് ആപ്ലിക്കേഷൻ ചിലപ്പം വേറെ കുറേ ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, സോ അത്തരം സിറ്റുവേഷൻ നമ്മൾ ഓരോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ച് നമ്മളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട. അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് NPM എന്ന് പറയുന്നത്, നോഡിൻ്റെ പാക്കേജ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒപ്പം തന്നെ നമുക്ക് NPM കൂടെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവും. നമ്മളിപ്പോൾ നോഡ് എന്ന് കൊടുത്തതുപോലെ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ NPM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ NPM നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും NPM. സോ ഇത് രണ്ടുമാണ് നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന് നോഡ് വന്നിട്ടുണ്ടോ എന്നുള്ളതും പിന്നെ NPM, അതായത് നോഡിൻ്റെ പാക്കേജ് മാനേജർ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോഡ് ഓക്കെ ആണ്, നമ്മുടെ ഇൻസ്റ്റലേഷൻ കറക്റ്റാണ്. സോ ഇനി നമ്മൾ ഈ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ നോഡിനൊരു കൺസോളുണ്ട് എന്നുള്ളതാണ്. നോഡ് JSനൊരു കൺസോളുണ്ട്. അതായത് നമുക്ക് നോഡിൻ്റെ ആപ്ലിക്കേഷനുകളെ അല്ലെങ്കിൽ നോഡിൻ്റെ കോഡ്, ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ഞാനിവിടെ നോഡ് എന്ന കമാൻഡ് കൊടുത്ത് എൻ്റർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണ്. ഇവിടെ എനിക്ക് നോഡ് JSൻ്റെ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം ഒരു 1+1 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുകയാണ്, എനിക്ക് 2 എന്നുള്ള റിസൾട്ട് കിട്ടും. എനിക്ക് എൻ്റെ എക്സ്പ്രഷനും ഇവിടെ കൊടുക്കാം. ഇപ്പോൾ 5 × 5 കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ എനിക്ക് 25 എന്ന് കിട്ടി. സോ എനിക്ക് ഈ ഒരു എൻവയോൺമെൻറ്റിനെ REPL എൻവയോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. റീഡ്, ഇവാൽ, പ്രിൻറ്റ് ആൻഡ് ലൂപ്പ്. REPL എന്ന് പറഞ്ഞാൽ റീഡ്, ഇവാൽ, പ്രിൻറ്റ്, ലൂപ്പ്. അതായത് നമ്മുടെ കമാൻഡ് റീഡ് ചെയ്യുന്നു, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ടിനെ പ്രിൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. അപ്പം നോഡിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നോഡ് എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൺസോളിൽ ടൈപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ നോഡ് JSന് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നോഡ് JSലേക്ക് കിടക്കാം. കാരണം ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ് നോഡ് JS എന്ന് പറയുന്നത്. നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ എഴുതുന്ന അതേ ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ് നമ്മൾ നോഡ് JS എന്ന് പറഞ്ഞ് എഴുതുന്നത്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് നോർമൽ ജാവാസ്ക്രിപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് നോഡ് JSൽ എഴുതാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു നോർമൽ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന കാര്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ var a = 10. ഓക്കെ, ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, var b = 10. ഇത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്നതാണല്ലേ, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം ഞാൻ പറയുകയാണ് var c = a + b. ഇതൊക്കെ നമ്മൾ മിക്കവാറും ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ var c = a + b. ഇനി ഞാൻ പറയുകയാണ് console.log. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ പഠിച്ച സമയത്ത് നമ്മൾ കൺസോളിനെ കുറിച്ച് പഠിച്ചിരുന്നു. console.log എന്ന് പറയുന്നത് നമ്മൾ കൺസോളിൽ ഒരു മെസ്സേജ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് console.log of c. അതായത് ഇപ്പോൾ എയിൽ 10 ഉണ്ട്, ബിയിൽ 10 ഉണ്ട്, സിയിലേക്ക് നമ്മൾ എയും ബിയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ കൺസോളിൽ ഈ സീനെ ലോഗ് ചെയ്യുകയാണ്. console.log of c. ഇപ്പോൾ എന്ത് റിസൾട്ടാണ് കിട്ടുക? ഇത് 20 എന്നുള്ള റിസൾട്ട് കിട്ടി. അതായത് നമ്മുടെ ആ ജാവാസ്ക്രിപ്റ്റ് കോഡ് അവിടെ എക്സിക്യൂട്ടായി. ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ console.log of ഇതിനകത്തൊരു മെസ്സേജ് പറയുകയാണ്, വെൽക്കം ടു നോഡ് JS. ഓക്കെ, എൻ്റർ അടിക്കുകയാണെങ്കിൽ കണ്ടോ ആ മെസ്സേജ് നമുക്ക് താഴ്ത്ത് കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ പറയാൻ പറ്റും. ഇനി ഇതിനെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ console.clear എന്നുള്ളൊരു ഫംഗ്ഷൻ വിളിച്ചാൽ മതി. ഇപ്പോൾ ആ കൺസോൾ ക്ലിയർ ആയിപ്പോയി. നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ ഒറ്റ ലൈനിൽ വരുന്ന എക്സ്പ്രഷനാണ്. അതായത് var a = 10 ഇത് ഒറ്റ ലൈനിൽ വരുന്നതാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ മൾട്ടി ലൈനിൽ വരേണ്ടത്, ഉദാഹരണത്തിന് ഒരു ഫംഗ്ഷൻ ഞാൻ പറയുകയാണ്, ഫംഗ്ഷൻ സമ്മ് കാണാനായിട്ടുള്ളൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിൽ നമ്മൾ 2 ആർഗ്യുമെൻറ്റ് പറയുകയാണ്, a, b ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. കാരണം ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിലാണ്, ഇത് അവസാനിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് റിട്ടേൺ a + b. അതായത് എയും ബിയും കൂടെ തമ്മിലുള്ള സം കാണാനായിട്ടുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നത്. എൻ്റർ അടിച്ചു. ഇത് തീർന്നിട്ടില്ല, കാരണം എന്താ, ഈ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്താലേ ഇത് ഫിനിഷ് ആവും. നമ്മൾ ക്ലോസിങ് ബ്രാക്കറ്റോടെ ഇട്ട് കഴിയുമ്പം അത് ഫിനിഷ്ഡായി, ആ ഒരു എക്സ്പ്രഷൻ ഫിനിഷ്ഡായി. അപ്പോൾ നമുക്ക് സം എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയി. ഇനി നമുക്ക് ആ സമ്മിനെ കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാം, സം ഓഫ് 10, 20 കോൾ ചെയ്താൽ നമുക്ക് ആ റിസൾട്ട് കിട്ടി. കണ്ടോ, ഈ സമ്മിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ പോകുന്നു, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. സോ ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലൈനിലുള്ള കോഡ് എഴുതാം. ഇപ്പോൾ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കിയിട്ട് ലൂപ്പ് എഴുതി നോക്കാം. നമുക്ക് വേണ്ടി
ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ് എഴുതാണ്. ഫോർ var i = 0, i <10 ++ i, ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എൻ്റർ അടിച്ചാൽ കണ്ടോ വീണ്ടും ആ 3 ഡോട്ട്. കാരണം അത് തീർന്നിട്ടില്ല, ഇനിയും ബാക്കിയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പറയുകയാണ് console.log of i. ഓക്കെ, വീണ്ടും എൻ്റർ അടിക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാം. എൻ്റർ അടിച്ച് കഴിയുമ്പം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. നോക്കാം, നമ്മൾ കൊടുത്തേക്കുന്ന 0 to 10 പ്രിൻറ്റ് ചെയ്യാനാണ്. എൻ്റർ അടിക്കുമ്പം 0 to 10 വരെ വരില്ല, കാരണം നമ്മൾ <10 ആണ് കൊടുത്തത്. അപ്പോൾ 0 to 9 വരെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തപ്പം അത്രയും പ്രിൻറ്റ് ചെയ്ത് വന്നു. സോ ഇതാണ് നമ്മുടെ ഈ പറയുന്ന Node.jsലെ REPL എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളിപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് Node.js ഡൗൺലോഡ് ചെയ്യുക. അതായത് Node.jsൻ്റെ ഞാൻ നേരത്തെ കാണിച്ച വെബ്സൈറ്റിൽ പോയിട്ട് Node.js ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റലേഷൻ കറക്റ്റായി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോഡ് എന്ന കമാൻഡ് അടിച്ചു നോക്കുക. ആ കമാൻഡിൽ നിന്ന് പുറത്ത് കിടക്കാൻ Ctrl+C 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി. പിന്നെ ചെയ്ത് നോക്കേണ്ട npm എന്നടിച്ചിട്ട് നോഡ് പാക്കേജ് മാനേജർ ഇൻസ്റ്റാൾ ആയോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ഓക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ Node.js പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾഡായി. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്ത് പഠിക്കാനുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോഡ് എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്ത് ഇവിടെ എന്ത് Node.jsൻ്റെ കമാൻഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്കത് ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എഴുതി ചെക്ക് ചെയ്ത് നോക്കുക, അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു Node.jsലൊരു പ്രോഗ്രാം എഴുതിയിട്ട്, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനൊരു കൺസോളിൽ എഴുതി പോവാം, നമുക്കൊരു പ്രോഗ്രാം എങ്ങനെ സേവ് ചെയ്തിട്ട് അതിനെ റൺ ചെയ്യിക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് തരിക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.